ഹലോ ഫ്രണ്ട്സ്, ലേറ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്ത് നല്ല മഴ, വളരെ കാലാവസ്ഥ വളരെ നല്ല തണുപ്പ് കാര്യങ്ങളാണ്. അങ്ങനെ അത് കാഴ്ചകൾ കണ്ടതാ. ഇത് ഞങ്ങളുടെ പുതിയ ഒരു അതിഥിയാണ്, ഞങ്ങളോടൊപ്പം കൂടി ഉണ്ട്. ആളിന്റെ പാറു എന്നാണ് വിളിക്കുന്നത്. ആളിന്റെ നമ്മളോടൊപ്പം ഉണ്ട്. ഇതാ കണ്ടോ? അപ്പോൾ ആൾക്ക് ഒരു 40 ദിവസമേ ആയിട്ടുള്ളൂ. ആളിനെ കളിപ്പിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ഇപ്പൊ ഒരു കാര്യം ഓർത്തത്, അവിടെ വൈഫ് ബിരിയാണി വെക്കാനായിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു, സവാളയെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. സമയം നിന്നിട്ട് താമസിച്ചു. ഇനി അങ്ങോട്ടേക്ക് എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? ചിക്കനുള്ള സവാളയാണ് കഴിച്ചത്. ഇത് കട്ട് ചെയ്യാൻ എത്ര സമയം വേണം? ജസ്റ്റ് 2 minutes. ചോറ് ഏകദേശം വേകാറായി. നീ ചിക്കൻ കൂടി വേവിച്ചിടണം. അപ്പോൾ അത് ചിക്കൻ എല്ലായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഒറ്റ വിസിൽ കഴിപ്പിച്ചെടുക്കാം കുക്കറിൽ. കടുക് പൊട്ടി ഇനി സവാള ഇടുക. ചിക്കൻ ഒരു വിസിൽ വെച്ചിരിക്കുകയാണ്. സവാള വഴറ്റിയാണ് കേട്ടോ. നമ്മളൊന്ന് വഴന്ന് വന്നതിന് ശേഷം ബാക്കി മസാലയൊക്കെ ചേർക്കാം. 2 സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ട് പോയ ആളാണ്. അവിടെ കൂടെ ഫോണിൽ കളിക്കുന്നു. ഇതല്ല അതിന്റെ ഒരു ഫീല്. ചോറ് റെഡി ആയിട്ടുണ്ട്, പാകത്തിന് വെന്ത്. ഹായ് ഫ്രണ്ട്സ്, ചിക്കൻ വെന്തിരിക്കുകയാണ്. അത് നമുക്ക് തുറന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള പാചകം ഏതാണ്ട് പകുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചിക്കനും കൂടി മിക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം സൂപ്പർ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. ചിക്കൻ വേവിച്ച് വെച്ചിരുന്നു. ചിക്കൻ ഇടാൻ പോവുകയാണേ. കുറച്ച് വെള്ളമുണ്ട്, അത് വറ്റുന്നത് വരെ നമുക്ക് തിളപ്പിക്കണം. വെള്ളമില്ല, കണക്കാണ്. അപ്പോൾ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ചെറിയ മിനുക്ക് പണികൾ കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. താങ്ക്സ്, ലവ് യു ഫോrever. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കനും റൈസും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കനൊക്കെ നല്ല വറ്റി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെച്ച് സംഭവം അത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുകയാണ്. മഴ ആയതുകൊണ്ടാണ് പുറത്തിറങ്ങി ട്രാവൽ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ മോന് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് പാചക വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, കഴിക്കാനായിട്ട് റെഡിയാവുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഉണ്ടാവുക. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.